ഹായ് ഫ്രണ്ട്സ്, ഹായ് ഗൈസ്. അപ്പോൾ ഞാനൊരു ചെറിയ കാര്യം പറയാനാണ് ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ജയിക്കേണ്ടവർ ജയിക്കുകയും ചെയ്തു, കൊണ്ടുപോകേണ്ടവരെല്ലാം കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം നമ്മുടെ CPM പ്രവർത്തകർ, ഇപ്പോൾ നമ്മുടെ CPM പ്രവർത്തകർ കണ്ണൂരിൽ ചെയ്തത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം, ഇതൊന്ന് കണ്ടു നോക്ക്. എന്തൊരവസ്ഥയാണല്ലേ നമ്മുടെ കേരളം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് നമ്മളൊന്ന് വിചാരിക്കണം. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? വടിവാളെടുത്ത് ജനങ്ങളെ കൊല്ലാൻ പോകുന്നതും അതേപോലെ വെട്ടാൻ പോവുക പ്രതിഷേധമാണ്. ഇവരിങ്ങനെയാണോ പ്രതിഷേധിക്കേണ്ടത്? ജനങ്ങൾ നിർവഹിച്ചു, ജനങ്ങളുടെ തീരുമാനം കൊണ്ട് ജനങ്ങൾ നിർവഹിച്ച് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാട്ട് അതിപ്പോ ഇനിയിപ്പോ ഈ പാർട്ടി അല്ലെങ്കിൽ ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ മാത്രമേ ജനങ്ങൾ വോട്ട് കൊടുക്കത്തുള്ളൂ. അല്ലാതെ എന്തൊക്കെയോ കാണിച്ചിട്ടും വേറെ ആർക്കൊക്കെ വോട്ട് എടുത്തിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് നല്ല ചെയ്യുന്ന ആൾക്കാരെയാണ്, ജനങ്ങൾക്ക് പാർട്ടിയൊക്കെയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് എന്ന് കരുതി ഇതെന്താണ് ഈ നടക്കുന്നത്? ഇത് കേരളം തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതിനൊന്നും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ? ഇതിന്റെ പുറകിലൊന്നും പോകാനായിട്ടും അല്ലെങ്കിൽ ഇതൊന്നും ചോദിക്കാനായിട്ട് ആർക്കും നേരം കിട്ടുന്നില്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത്? ഇങ്ങനെയൊക്കെയാണ് കേരളത്തിന്റെ പോക്കുന്നുണ്ടെങ്കിൽ നാളെ എന്താവും അറിയത്തില്ല. ജനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വിശ്വാസമായിട്ടുള്ള, അതായത് ഇപ്പൊ വോട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടമയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് ആർക്കാണോ വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നത് അത് അവർ ചെയ്തു പോകും. അങ്ങനെയാണ് എല്ലാ വോട്ടുകളും ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ അതിപ്പോ ഇന്ന പാർട്ടി എന്നൊന്നുമില്ല, ഏത് പാർട്ടി ആണെങ്കിലും അത് വിജയിപ്പിക്കും. അതായത് ഇപ്പൊ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി മോശമായ ഭരണം കൊണ്ട് തന്നെയല്ലേ ഇപ്പൊ ഇത്രയും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. എല്ലാന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയോ? അത് തന്നെയാണ്, ആ മോശമായ പ്രകടനം കൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വോട്ടുകൾ നഷ്ടപ്പെട്ടതും, ഇത്രയും മുനിസിപ്പാലിറ്റിയും അതുപോലെ കോർപ്പറേഷനും പഞ്ചായത്തും എല്ലാം നഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്, നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനിയെങ്കിലും നല്ല രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ജനങ്ങൾ വോട്ട് തന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് വോട്ട് തരാത്ത ആൾക്കാരെ മാറ്റി കുത്തിയ ആൾക്കാരെ പോയി കൊല്ലാൻ നടക്കലും വെട്ടാൻ നടക്കലും അല്ല ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ ചോദിക്കുന്ന ഈ കാര്യങ്ങളൊന്നും പറയാനും അതുപോലെ ചെയ്യാനൊന്നും നമ്മുടെ മന്ത്രിമാരിനൊന്നും കണ്ടില്ലല്ലോ. എവിടെ പോയി നമ്മുടെ പിണറായി വിജയനും കാര്യങ്ങളൊക്കെ? ഇതിനെ കുറിച്ചൊന്ന് പറയാനോ ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കാനോ അവർക്ക് നേരമില്ല. പക്ഷെ എന്തായാലും വളരെ മോശമായി പോയി. നമ്മുടെ CPMന്റെ ഭാഗത്തു നിന്ന് വളരെ വളരെ മോശമായ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തുടർ ഭരണം ഒരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ല. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഭരണമൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കാൻ പാടില്ല. നമ്മൾ അതൊന്നും പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ എല്ലാവരും പ്രതികരിക്കാൻ ശ്രമിക്കുക. എന്താന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെയാണ് കേരളത്തിന്റെ പോക്ക്. പാർട്ടി നിലവാരം ഭയങ്കര മോശമായ നിലവാരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെതിരെ പ്രതികരിക്കുക. ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഈ വെറുതെ ഇത് വളർന്നു കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല. എന്താന്ന് വെച്ചാല് ഈ വളർന്നു വരുന്ന തലമുറക്ക് ഇത് ഭയങ്കര ബാഡായിട്ടുള്ള കുറച്ച് കാര്യമാണ്. പാർട്ടിയുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തല്ലാനും കൊല്ലാനും പോവുക, അതൊക്കെ ഭയങ്കര ബാഡായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി ഒരു ഭരണം CPMന് ഉണ്ടാവും എന്ന് നമ്മൾ ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. എന്താ വെച്ചാൽ ജനങ്ങൾ നല്ല രീതിക്ക് ജീവിക്കുന്ന ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ഈ വർഷ കാലഘട്ടം കിട്ടാത്ത കുറെ കാര്യങ്ങൾ, നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടാത്ത കാര്യങ്ങൾക്കെതിരെ അവർ പ്രതികരിച്ചു. അത് വോട്ടിന്റെ രൂപത്തിൽ അവർ പ്രതികരിച്ചു, അത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ഒരു പിടുത്തവുമില്ല. അപ്പൊ എന്തായാലും നമ്മള് വിജയിച്ച എല്ലാ പാർട്ടിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ NDA BJP
പ്രവർത്തകര് കുറച്ച് വാർഡുകളിൽ, എല്ലാ വാർഡുകളിൽ നിന്നും എല്ലാവരും വിജയിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. UDFന്റെ പ്രവർത്തകരിൽ നിന്ന് എല്ലാവരും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ആ രണ്ട് പാർട്ടിയും മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദ രീതിയിൽ ആരെയും നിർബന്ധിച്ചിട്ടും വഴക്കിട്ടിട്ടൊന്നും അവർ നേടിയിട്ടില്ല. അവരുടേതായ കാര്യങ്ങൾ അവർ ചെയ്തു, അവർക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടി, അത്രയേ ഉള്ളൂ. അതിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. അതിൽ ഇപ്പൊ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ തോറ്റു കഴിഞ്ഞ ശേഷം നേരെ ചെന്ന് ജയിച്ച ആൾക്കാരെ പോയി കൊല്ലാനും ഇടിക്കാനും പിടിക്കാനും വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, അങ്ങനെ കടന്ന് ബഹളം കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇന്നത്തെ ലോകം ഇല്ലെങ്കിൽ ഇന്നത്തെ തലമുറ ചിന്തിച്ചെടുത്തിരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചൊരു ഭാഗം. അപ്പൊ അതനുസരിച്ചിട്ട് അവർ വോട്ട് ചെയ്ത് പോകുന്നത്, അത്രയേ ഉള്ളൂ. അപ്പൊ തോറ്റ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക, ഇനിയെങ്കിലും നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും തുടർ ഭരണത്തിൽ വരിക, അത്രയേ ഉള്ളൂ.